ഉദ്ധവ് താക്കറെ ഇന്ത്യ മുന്നണി യോഗത്തിന് എത്തും. പാർട്ടി നേതാവ് സുഷമ ആന്ധ്രയാണ് ഇക്കാര്യം അറിയിച്ചത്. സഞ്ജയ് റോത്ത് അടക്കമുള്ള സംഘത്തെ അയക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകാനിരുന്നുണ്ട്. അനൂപ്, നേരത്തെ ബാലുവും ലൈവിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി BJP മറുകണ്ഠം ചാടിക്കാൻ ഉദ്ധവിനെ ശ്രമിക്കുന്നു, നീക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയായിരുന്നു അഭ്യൂഹങ്ങൾ. ഇപ്പോൾ ഉദ്ധവ് തന്നെ ഇന്നത്തെ യോഗത്തിലേക്ക് എത്തുകയാണല്ലോ, അല്ലേ? അതെ, ഉദ്ധവ് എത്തുകയാണ്. കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉദ്ധവ് പക്ഷ ശിവസേനയ്ക്ക് ഇല്ല ഇന്ത്യ സഖ്യത്തിൽ എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഉദ്ധവ് യോഗത്തിൽ പങ്കെടുക്കും. തുടക്കം മുതൽ തന്നെ നേരത്തെ പാർട്ടി പാതി പ്രവർത്തി കൊണ്ടുപോയപ്പോഴും അതിനുശേഷവും എല്ലാം അതിശക്തമായി ഇന്ത്യ സഖ്യത്തോടൊപ്പം ഉറച്ചു നിന്നതാണ്. നേരത്തെ തന്നെ BJPക്കൊപ്പം പോയാൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടും ഉദ്ധവ് പോയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഇന്ത്യ സഖ്യത്തിന്റെ വലിയ മുന്നേറ്റത്തിന് വേണ്ടി പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ സജീവമായി ഇടപെട്ട ആളാണ് ഉദ്ധവ് താക്കറെ. മാത്രവുമല്ല, ഈ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പൊതു തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഈ ഇന്ത്യ സഖ്യത്തിൽ മഹാരാഷ്ട്രയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അനൂപ്, നേരത്തെ തന്നെ അറിയാം, കുതിരക്കച്ചവടത്തിലൂടെ സുസ്ഥിരമായ ഒരു സർക്കാരിനെ അങ്ങനെ അടർത്തി മാറ്റിയതിൻ്റെയും ഉദ്ധവിനൊക്കെ ഏറ്റ മുറിവുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എപ്പോഴും ആ നൈതികത അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉദ്ധവിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ ആകുമോ അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം, ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിലേക്കുള്ള വരവ്? ഉറപ്പായിട്ടും അങ്ങനെ കരുതാം. കാര്യം ഒരു പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലത്തിന് ശേഷം ഇന്ത്യ സഖ്യം സമ്പൂർണ്ണമായി തകർന്ന് അടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരെല്ലാം ചെറു പാർട്ടികളെല്ലാം, അതല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളൊക്കെ തന്നെ പലതും വിട്ട് ഒരുപക്ഷെ NDAക്കൊപ്പം പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് മെച്ചപ്പെട്ട ഒരു സീറ്റ് നിലയിലേക്ക് വന്നു. സഖ്യ പാർട്ടികൾ ശിവസേന ഉൾപ്പെടെ, ശിവസേനയാണെങ്കിൽ, തൃണമൂൽ ആണെങ്കിൽ, ഒപ്പം മറ്റ് DMK ആണെങ്കിൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം കൂടുതൽ സീറ്റുകളുള്ള മെച്ചപ്പെട്ട നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭരണത്തിലേറാം, അപ്പുറം പോയി NDAയോടൊപ്പം നിന്ന് ഭരണത്തിൽ പങ്കാളിയാവുന്നതിനേക്കാൾ നല്ലത് ഇപ്പുറത്തെ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുകയും ഭരണത്തിനുള്ള സാധ്യത ഇടുകയുമാണ് എന്ന് ഈ ചെറു പാർട്ടികൾക്ക് ഉൾപ്പെടെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെ പാർട്ടി പിളർത്തി പാർട്ടിയുടെ പേരും ചിഹ്നവും എല്ലാം കൊണ്ടുപോയ ആളുകളുടെ കൂടെ നിൽക്കാതെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് പൊരുതുക എന്ന നിലപാടാണ് നേരത്തെ തന്നെ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് തന്നെ ഉദ്ധവ് എടുക്കുന്നത്. ആ നിലപാട് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം.